ഇടവിട്ട് പെയ്യുന്ന മഴയും അതിശക്തമായ കാറ്റുമാണ് നിലവിൽ കോട്ടയം ജില്ലയിൽ ആശങ്കയായിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 7 മണിയോടുകൂടി കുമരകം ഭാഗത്ത് ചുഴലിക്കാറ്റിന് സമാനമായ രീതിയിലാണ് കാറ്റ് വീശിയത്. കുമരകത്ത് നിന്ന് കോട്ടയം ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷ ഈ കാറ്റിൻ്റെ ശക്തിയിൽ പാടത്തേക്ക് മറിയുകയും അതുപോലെ തന്നെ കുമരകം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഒരു ബൈക്ക് തോട്ടിലേക്ക് മറിയുകയും ഉണ്ടായി. കോട്ടയത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയിൽ പലയിടത്തും ഇത്തരത്തിൽ ഈ കാറ്റത്ത് മരങ്ങൾ കടപുഴകി വീഴുന്നതും വീടിൻ്റെ റൂഫുകളൊക്കെ തന്നെ നിലംപതിക്കുന്നതും അതുപോലെ തന്നെ ഈ വലിയ രീതിയിലുള്ള ഫ്ലക്സ് ബോർഡുകളൊക്കെ തന്നെ തെറിച്ചു പോകുന്നതുമൊക്കെ കാറ്റത്ത് ഉണ്ടായി. തിരുവാതിക്കൽ സ്വദേശിയായ സുജാതയുടെ വീടിൻ്റെ മുകളിലുണ്ടായിരുന്ന റൂഫ് ഇന്നലെ ഉണ്ടായ കാറ്റത്ത് തെറിച്ച് വീണ് അപ്പുറത്തെ വീട്ടിലെ മുകളിലേക്ക് നിലംപതിക്കുന്ന കാഴ്ചയും കാണാൻ കഴിഞ്ഞു. ഭയങ്കര കാറ്റ്. അപ്പം ഇതെല്ലാം കൂടി ഇടിഞ്ഞ് വീഴുന്ന ഒച്ച പോലെ കേട്ടപ്പോഴത്തേക്കും ഞങ്ങൾ കിടന്ന് അലറി. അവിടെ നിന്ന് എല്ലാവരും ആൾക്കാരെല്ലാം വന്ന് നോക്കുക. അല്ലാതെ ഭയങ്കര മഴയല്ലേ, വെട്ടമില്ല, കറണ്ട് നേരം വിളിച്ചാ വന്നേ. ഇല്ലിക്കൽ, തിരുവാർപ്പ്, ഐമനം ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ കിഴക്കൻ വെള്ളം പടിഞ്ഞാറൻ മേഖലയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ദുരിതം ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അത് ഈ പ്രദേശത്തെ ജനങ്ങളെയൊക്കെ തന്നെ സാരമായ രീതിയിൽ ബാധിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ഞങ്ങളിപ്പം ഇന്ന് വൈകുന്നേരം കൊണ്ട് അകത്തെല്ലാം കയറും. സാധനങ്ങളെല്ലാം കുറേ മാറ്റി. ഇനി ബാക്കിയുടെ വൈകിട്ടെല്ലാം ചോന്ന് വീട്ടിൽ കയറ്റി വെക്കണം. പണി പോലും ഇല്ല, മൊത്തം പറമ്പിപ്പണിയാണ്. നമ്മൾ എങ്ങോട്ട് ഇറങ്ങാനാ? വളരെ ദുർഘടവും ബുദ്ധിമുട്ടുമാണ്. വീടുകളിലൊക്കെ വെള്ളം കയറിയ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ബാത്റൂമൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ സ്കൂളിൽ കോളേജിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഇരുന്ന് പഠിക്കാൻ നിവൃത്തിയില്ല. അതിനിടെ പവർ കട്ട് വരുന്ന പിന്നെ എഴയന്തുക്കളുടെ ഉപദ്രവങ്ങൾ. ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ ഇലവിഴ, പൂഞ്ചിറ, ഇല്ലിക്കൽക്കല്ല്, മാർമല അരുവി ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ രാത്രി 9 മണിക്ക് ശേഷമുള്ള യാത്രയും കളക്ടർ നിരോധിച്ചിട്ടുണ്ട്. കോട്ടയത്ത് നിന്ന് ക്യാമറമാൻ ജോബിൻ തേക്കടിക്കൊപ്പം വിനോദ് എസ് ടി, മാതൃഭൂമി ന്യൂസ്.